അൽ മുഖാമു താമസം, മുഖാം മഖാം മുഖാം ഇഖാമത്ത്, അടങ്ങി ഒതുങ്ങി താമസിക്കൽ. പുതിയ പെണ്ണിൻ്റെ അടുത്ത് എത്ര നാളാണ് നിൽക്കേണ്ടത്, അതിൻ്റെ കൈഫിയത്ത്. വുജൂബ് എത്ര, സുന്നത്ത് എത്ര. മഖാമ് എന്നും വായിക്കാം, മുഖാമ് എന്നും വായിക്കാം. ഇഖാമത്ത് എന്ന അർത്ഥം. ഖാമ യഖൂമു മഖാമൻ മൗദിഉൽ ഖിയാം. ഖാമ യഖൂമുയിൽ നിന്ന് മഖാം. അഖാമ യുഖീമു പിടിച്ചാൽ മുഖാം, ഇഖാമത്ത്. വഇദ് ഖാലത് ത്വായിഫത്തു മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഊനില്ലേ, അഹ്സാബ് 13. അവിടെ നമ്മളുടെ ഓത്ത് മുഖാമ് എന്നാണ്, അഹ്സാബ് 13. മറ്റുള്ള 6 കാര്യങ്ങൾ ഓതിയത് ലാ മഖാമ ലക്കും എന്നാണ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഹഫ്സിന്റെ ഖിറാഅത്തിൽ ഉള്ളത് എങ്ങനെയാണ്? വഇദ് ഖാലത് ത്വായിഫത്തു മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഊ. ഒരു ത്വായിഫത്ത് പറഞ്ഞു, മദീനക്കാരെ നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ല, അതുകൊണ്ട് പോയിക്കോളി. അഹ്സാബ് 13. ഇന്ദൽ അയ്യിമി എന്ന് പറഞ്ഞാൽ സയ്യിബ്. മുവത്തയിൽ തന്നെ ചില റിവായത്തിൽ എങ്ങനെ മത്തിന് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. മാലിക്കുൻ അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ ഇബ്നു മുഹമ്മദ്, അതിന്റെ അപ്പുറത്താണ് ആ സനദിൽ തെറ്റുണ്ട്. മാലിക്കുൻ അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ ഇബ്നു മുഹമ്മദ് ഇബ്നു അംർ ഇബ്നു ഹസ്ം. എന്നാ ശരിയായി. മുഹമ്മദ് ബിൻ ഹസ്ം എന്ന് ഡയറക്റ്റ് കൊടുത്തത് തെറ്റി. മുഹമ്മദ് ബിൻ അംർ ബിൻ ഹസ്ം എന്നാ ശരിയായി. അൻ അബ്ദുൽ മലിക് ബിൻ അബീ ബക്കർ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് ബിൻ ഹിശാം അൽ മഖ്സൂമി അൻ നബീഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹീന തസവ്വജ ഉമ്മ സലമ, ആരെ കെട്ടിയപ്പോൾ അബൂ സലമ മരണപ്പെട്ട് ഉമ്മു സലമ ക്ഷീണത്തിലായതുകൊണ്ട് ആര് കെട്ടി? ഉമ്മു സലമന്റെ പേര് ഹിന്ദ്. ഹിന്ദ് ബിന്തി അബിയുമയ്യ മഖ്സൂമിയ്യ ഗോത്രം. പിന്നീട് നബിയുടെ ഭാര്യയായി മാറിയതാണ്. ഇത്രയും കാലം ആരതാണ്? ആ പേര് ഹിന്ദ്. ഹിന്ദ് ബിന്ത് അബിയുമയ്യ മഖ്സൂമിയ്യ ഗോത്രം. സയ്യിബായ പെണ്ണിനെയാണ് കെട്ടിയത്. വാസ്ബത്ത് ഇന്ദഹു, നബിതങ്ങളായി തീരുകയും ചെയ്തു. ആരടുത്ത്? അപ്പൊ ഉമ്മു സലമ ബീവിയോട് തന്നെ ഖിയാർ ചോദിക്കുക, നീ ഒരു പുതിയ പെണ്ണാണ്, പുതിയ പെണ്ണിന് അവാർഡുണ്ട്. സയ്യിബാണെങ്കിൽ 3 ദിവസം, ബിക്റാണെങ്കിൽ 7 ദിവസം. ഈ 3 കൊണ്ട് നീ മതിയാക്കുമെങ്കിൽ ബാക്കി ഭാര്യമാരുടെ ലെവലിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യം വേറെ കിട്ടും. അതേ സമയത്ത് 7 തന്നെ തുടർച്ചയായി ഞാൻ നിൽക്കണ്ടെങ്കിൽ അങ്ങനെയും നിൽക്കാം. പക്ഷെ എന്താ നഷ്ടം? ഇതേ 7 തന്നെ എല്ലാവർക്കും കൊടുക്കണം. ഈ 3 ഫ്രീ എന്ന് പറഞ്ഞതില്ല. 7ന് 7 തന്നെ കള്ളാ വിട്ടണം. അപ്പൊ തുടർച്ചയായി 7 കിട്ടുന്നേ ഉള്ളൂ. 4ന് പകരം അല്ല, 7ന് പകരം 4 കൊണ്ട് പൊരുത്തപ്പെടേണ്ടി വരും. കേൾക്കണം. 3 മാത്രം അടയിരുന്ന് കൊണ്ട് ഞാൻ പിരിഞ്ഞു പോകുന്നെങ്കിൽ ഈ 3 കിട്ടിയത് അതുമായി, ഇനി എല്ലാവർക്കും കൊടുക്കുന്നത് വേറെയായി. അതേ സമയത്ത് ഞാൻ മുത്തസിലായി കൊണ്ട് ഇവിടെ നിന്റെ അടുക്കൽ 7 ദിവസം നിൽക്കുന്നെങ്കിലോ, ആ അപ്പൊ ഈ പെണ്ണിന് ഖുസൂസിയത്തൊന്നുമില്ല. പക്ഷെ 7 തുടർച്ചയായി കിട്ടി. അപ്പൊ 7ന്റെ സ്ഥാനത്ത് 4 കൊണ്ട് സായുജ്യമാക്കണം. ഏതാ വേണ്ടത്? പെണ്ണിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കണം. ഇവൻ സ്വയം തീരുമാനിക്കാൻ പാടില്ല. ഭർത്താവ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തസവ്വജ ഉമ്മ സലമ, ഉമ്മു സലമയെ വിവാഹം ചെയ്തു. ഫദഖല അലൈഹാ ഫഅറാദ അൻ യഖ്റുജ, ദിവസം പൂർത്തിയായപ്പോൾ പോകാനൊരുങ്ങി. ഉമ്മു സലമ തടഞ്ഞു നിർത്തി. 3 ദിവസമാണ് എന്തായാലും
അതെ മുസ്ലിമിലുണ്ട്. അവിടെ പറയുന്നുണ്ട് നബിതങ്ങൾ നിന്ന് പൂർത്തിയാക്കിയത് 3 ദിവസം. 3. ഇനിയാണ് അഭിപ്രായം തേടുന്നത്, വേണ്ട പോലെ തീരുമാനിക്കുന്നു. ഇനിയും 4 കൂടി നിന്ന് തരാൻ വേണമെങ്കിൽ. അപ്പൊ തുടർച്ചയായിട്ട് 7 ആയി. ആരെ പോലെ തന്നെ ആയി, ബിക്കറിനെ പോലെ തന്നെ ആയി. പക്ഷെ നഷ്ടം വല്ലാണ്ട് വരും. എന്താ എന്താ സംസാരിച്ചത്? ലൈസ ഇല്ല മിക്കി, അന്നഹു ലൈസ മിക്കീം, നിന്റെ കാരണം കൊണ്ടില്ല. അല അഹിലിക്ക്, നിന്റെ കുടുംബത്തിന്. കുടുംബം എന്ന് പറഞ്ഞാൽ നബിതങ്ങള്. അഹിലിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ വക്കൽ എന്ന് പറഞ്ഞാൽ എന്തില്ല, ഹവാൻ നിസാരതയില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ രക്ഷിതാവിന് നിസാരതയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ലൈസമിക്കി എന്ന് പറഞ്ഞാൽ നിന്റെ കാരണം കൊണ്ട്. അല്ല അഹിലിക്കി എന്ന് പറഞ്ഞാൽ അല്ല സൗജിക്കി, നിന്റെ സൗജിന്റെ മേലെ എന്തില്ല, ബഹുമാനക്കുറവില്ല എന്നെന്താവും. ഹവാനും ബിക്കി, ഹവാനും ബിക്കി. ലൈസ ഇല്ല, ആരുടെ മേലെ ഇല്ല, നിന്റെ സൗജിന്റെ മേലെ ഇല്ല. ഹവാനും ബഹുമാനക്കുറവില്ല, ആരുടെ നേരെ, ബിക്കി. ലാ അഫ്അലു ഫീലൻ യദ്ഹർ ബിഹി ഹവാനുക്കി, അലിയ. ഞാനൊന്നും കാട്ടിക്കൂട്ടുകയില്ല, നിനക്ക് ബഹുമാനം കുറഞ്ഞു കാണുന്ന ഒന്നും ഞാൻ കാട്ടിക്കൂട്ടൂല. ലാ അഫ്അലു ഫീലൻ, ഒരു ഫീല് ഞാൻ ചെയ്യൂല. യദ്ഹർ ബിഹി ഹവാനുക്കി, നിന്റെ നീചത്തരം വെളിവാകുന്ന അലിയ എൻ്റെ മുമ്പിൽ. നിന്നെ നിസാരമായിട്ട് ഞാൻ കാണോ? ഇല്ല. അല്ലെങ്കിൽ അഹില് എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക്. നിന്നെ തൊട്ട് ഏറാതായാൽ വീട്ടുകാരെ തൊട്ട് ഏറാതായില്ലേ? അപ്പൊ ബാഹു സബബിയത്താക്ക്. നിന്റെ കുടുംബത്തിന് നിസാരത വന്നു ചേരൂല, നിന്നെ വേണിക്കൽ കൊണ്ട്. അപ്പൊ അഹില് എന്ന് പറഞ്ഞാൽ ഏത് അഹിലെന്നായി? ഖയ്യറഹ ബൈന സലാസി, നബിതങ്ങൾ ഖിയാർ നൽകിയതാണ്. 3 ദിവസം മതിയെങ്കിൽ ഇത് വെറുതെ പിടിച്ചോളി. 7 ദിവസമാണ് വേണ്ടതെങ്കിൽ അത് നഷ്ടമാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിത്തരാം. 7 കള്ളാ വിട്ടണം എന്ന് പറഞ്ഞാൽ 7 വേണമെന്ന് ആ പെണ്ണെന്നെ പറയുകയും അതേപോലെ 7 നിൽക്കുകയും ചെയ്താലാണ് 7 കള്ളാ വിട്ടേണ്ടത്. അപ്പൊ ഇവൾക്കൊന്നുമില്ല, പുതിയ പെണ്ണെന്ന നിലക്കൊന്നുമില്ല. സയ്യിബ് 3നേക്കാണ് ഏറ്റി. അവളുടെ സംസാരം കൊണ്ടല്ല ഏറ്റിയത്, ഭർത്താവിന്റെ ഇഷ്ടത്തിനായി എത്തിയത്. എന്നാ ആ സാഹിതിയായ കഥ മാത്രം കഥ കിട്ടിയാൽ മതി, അവളെ നിരപരാധിയാക്കണ്ട. ഇങ്ങനെ തഖീർ നൽകൽ എന്താണ്? പ്രത്യേകം സുന്നത്താണ് എന്നാണ്. പ്രത്യേകം സുന്നത്തുണ്ട്. എന്ത്? പെണ്ണിനോട് ഈ രൂപത്തിൽ സംസാരിക്കൽ. ഫത്ഹുൽ മീനിലുണ്ടല്ലോ അത് 384 385. വലി ജദീദത്തിൻ നകാഹ, ഒരു പുതിയ പെണ്ണിനെ നിക്കാഹ് ചെയ്തു. ഇതിന് മുമ്പ് വേറെ ഭാര്യ ഉണ്ട്, ഒന്നോ അധികമോ. എന്നാൽ ബിക്കറാണെങ്കിൽ 7 ദിവസം നിന്ന് കൊള്ളണം, തുടർച്ചയായിട്ട് വേറൊന്നും ഇൽത്തിഫാത്ത് ചെയ്യാതെ, ഇവളുടെ ബഹുമാനം വെളിവാക്കാൻ വേണ്ടിയിട്ട് എവിടെയും പോകാതെ 7 ദിവസം. ഇവളുടെ ഖുസൂസിയത്ത് മറ്റു ഭാര്യമാർക്കിടയിൽ പൊന്തി കാണാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് ജദീദത്ത് സയ്യിബാണെങ്കിൽ ഇതേപോലെ നിൽക്കേണ്ടത് എത്രയാ? 3. കലാവുട്ടിയും വേണ്ട. അമത്താണോ മറ്റേതാണോ ഹുറത്താണോ എന്നൊന്നും നോക്കാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് സബഉൽ ബിക്രി വസലാസുൽ സയ്യിബി. എന്താണ് സബഉൽ ബിക്രി? വൈസന്ന തഖീറു സയ്യിബി ബൈന സലാസിൻ ബിലാ ഖളായി വസബഇൻ ബി ഖളായി ലിലിത്തിബായി. ഫത്ഹുൽ മീൻ 384 385. എന്താ? സയ്യിബിനോട് ഖിയാർ തേടൽ എന്തുണ്ട്? ഖളാ വിട്ടാതെ 3, അല്ല ഖളാ വിട്ടിക്കൊണ്ട് 7. സബഉ മിനൽ ലയാലി വൽ അയ്യാം. 3 എന്ന് പറഞ്ഞാൽ 3 രാത്രി എന്നല്ല, ഷർഖാവിയിലുണ്ട്. സബഉ മിനൽ ലയാലി വൽ അയ്യാം,
സലാസുമിയൽ ലയാലി മലയ്യ ഷർക്കാവ് 2281. 7 ആയിട്ടില്ല, കുറച്ച് കൂട്ടിയില്ലെങ്കിലോ ആ സായുധ മാത്രം കള്ളാ കൂട്ടിയാൽ മതി. സായുധ മാത്രം 7 ആക്കി പോയാൽ വിക്കിറിന്റെ മാതിരി വർത്തവ കൂട്ടിയല്ലോ സൈവിന്, അതുകൊണ്ടാണ് ശിക്ഷ. 7 കള്ളാ വിട്ടുന്നു. നേരെ മറിച്ച് 3ന്റെ സ്ഥാനത്ത് 4 ആക്കി അല്ലെങ്കിൽ 5 ആക്കി, എന്നാൽ ഈ ഏറിയത് മാത്രം എന്താക്കിയാൽ മതി, നഷ്ടം വരില്ല. പക്ഷേ ഏറ്റവും ഹറാം തഹീറെ കൊടുക്കണ്ടെന്നാ പറയുന്നത്. 3 നിന്നിട്ട് പോയിക്കൊള്ളണം എന്നാണ് മാലിക്കി മദ്ഹബ്. തഹീർ നൽകുന്ന സ്വഭാവം ഇല്ല പോലും. നബിതങ്ങൾ അങ്ങനെ തഹീർ നൽകിയത് നബിതങ്ങളുടെ ഖുസൂസിയത്താണ്. നമ്മൾക്കിടെ തഹീർ ഒന്നും കൊടുക്കാൻ കഴിയില്ല. 3 പൂർത്തിയാക്കുക, പോവുക എന്നാണ് പറയുന്നത്. പിന്നീട് എന്ത് വേണമെന്നാ പിന്നെ എല്ലാ ഭാര്യമാരുടെ എണ്ണ എടുത്തിട്ട് ഓഹരി വെച്ചിട്ട് കൊടുക്കരുത്, അത് കിട്ടും. ഇത് സ്പെഷ്യൽ കൊടുത്തിയാണ് 3. യക്സിമ വേദ എല്ലാ വിക്രാണെങ്കിൽ 7, പിന്നെ ഓഹരി പോലെ എന്താക്കണം 7 കൊടുക്കണം. ഇൻസബ്ബാത്തു ഇന്ദക്കി സബ്ബാത്തു ഇന്ദഹുന്ന. സയ്യിബിന് 3 ഉണ്ടെങ്കിൽ എന്ത് വേണ്ട, ഇത് ലൗക്കാനിൽ സയ്യിബി സലാസ്, സയ്യിബിന്റെ സലാസാണെങ്കിൽ 7ന്റെ ആവശ്യമുണ്ടാ? പിന്നെ ഇങ്ങനെ 7 കഥാ വിട്ടേണ്ടി വന്നത്. അബൂ ഹനീഫ പറയുന്ന 3 നിന്നാലും 7 നിന്നാലും എല്ലാം എന്ത് വേണോ കഥാ വിട്ടണം. സയ്യിബിനായിട്ട് 3 ദിവസം ഇല്ല പോലും. സയ്യിബിന് പ്രത്യേകം 3 ഉണ്ടെങ്കിൽ ബാക്കി 7 എങ്ങനെ കഥാ വിട്ടൽ വന്നത്? 4 കഥാ വിട്ടു എന്ന് ചോദ്യം വന്നു. 3 ഇല്ല. അപ്പോ സ്പെഷ്യലി ആർക്ക്? അതിന് ആരാ എൻ്റെ ഹക്ക് ഇപ്പോൾ തന്നെ വേണം എന്നോട് ചാട്ടിയും പിടിച്ചത് കൊണ്ടല്ലേ 7 കൊടുത്തത്. അപ്പോൾ 3 ഏതായാലും ഒക്കെ ഇല്ലേ? അള്ളാഹു പലിശ വാങ്ങുമോ എന്നാണ് അബൂ ഹനീഫ ഇമാം ചോദിക്കും. 3 ഫണ്ട് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ 7 അള്ളാഹു കിട്ടിയേ കണ്ടാ? ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം എവിടെയാന്ന്? ജദീദത്ത് ലാ ഹക്കലി സായിലിൽ അസ്വാജി ഫീ. മറ്റു ഭാര്യമാർക്ക് ഇതെല്ലാം കൊടുക്കോ? ഇല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്കിടയിൽ വീതിച്ചു കൊടുക്കൽ മന്ദൂബാണ്, വാജിബില്ല. നമ്മളെപ്പോലെയല്ല. തുർജി മൻ തശാഉ മിൻഹുന്ന വതുവീ ഇലൈക മൻ തശാഉ. അഹ്സാബ് 51. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ടൈം ടേബിൾ ആക്കിക്കോ, നമുക്കിവിടെ ചോദ്യമില്ല. സാധാരണക്കാർക്കാണ് ഈ നിയമം. ഭാര്യമാർക്കിടയിൽ തഅദീൽ വേണം. നബി തങ്ങൾ തഅദീൽ ആക്കുന്നുണ്ട്, മന്ദൂബാണ്. സൂറത്തുൽ അഹ്സാബ് 51 പറയും, എന്താക്കുന്നില്ല, നിർബന്ധമില്ല. വാജിബാണെന്ന് പറഞ്ഞവരുണ്ട്. നബി തങ്ങൾക്കും വാജിബ് തന്നെയാണ് അല്ലേ? പിന്നെന്താ പറയും? അതെ, ഇൻ ശീത്തി നീ ഉദ്ദേശിച്ചാൽ സബ്ബാത്തു ഇന്ദക്കി, നിന്റെ അടുക്കൽ സ്പെഷ്യലായിട്ട് ഇപ്പം തന്നെ 7 നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സബ്ബാത്തു ഇന്ദഹുന്ന, എല്ലാ പെണ്ണിന്റെ അടുത്ത് ഞാൻ എത്ര തന്നെ പോണ്ടി വരും? വൈൻ ശീത്തി സല്ലസ്തു അലൈക്കി, നീ ഉദ്ദേശിച്ചെങ്കിൽ 3 കൊണ്ട് മതിയാക്ക്. വദുർത്തു അലൈഹിന്ന, പിന്നെ എല്ലാവർക്കും അതിന്റെ കണക്ക് പോലെ വേറെ കിട്ടും, കഥാ വിട്ടില്ല. അന്നേരം ഫഖാലത്ത് സല്ലീസ്, മുസലമ സമ്മതിച്ചു. എന്ത് വേണ്ട? ദുർത്തു അലൈഹിന്ന ദൂറു അല വഖിയത്തി സൗജാത്തി അലല്ലാദത്തി മഅറൂഫ. സാധാരണ കണക്കനുസരിച്ച് എന്താവും? കറങ്ങി വരും. അങ്ങനെ വേണ്ടിക്ക് അങ്ങനെ തീരുമാനിക്കുക. അന്നേരം എന്താ? 3 കൊണ്ട് പൊരുത്തപ്പെട്ട്. മാലിക്കുൻ ഹുമൈദു തവീൽ, തവീലായ ഹുമൈദും സഗീറായ ഹുമൈദും ഉണ്ട്. ഖസീം അനസ് ഇബ്നു മാലിക് അന്നഹു കാന യഖൂലു, അനസ് ഇബ്നു മാലിക് തീർത്ത് പറയുന്നു, ലിൽ ബിക്രി സബുൻ, ലിൽ ബിക്രി സബുൻ, 7 ദിവസം പരിപൂർണമാക്കി കൊടുക്കണം. ആർക്ക്? ആ. പിന്നെ വലി സയ്യിബി സലാസുൻ, ഇതെന്താണ് ഇതിന്റെ ഹക്ക്? ഇതിന്റെ കണക്കെന്താണ്? ബിക്കറിന് 7 പൂർത്തിയാക്കി കൊടുക്കണം പോലെ എല്ലാ പണിയും ലീവാക്കണം. അടയിരിക്കുന്ന പോലെ ഇരുന്ന് കൊടുക്കണം പോലെ, പേടി പോകാണ്ട് ലീവ് എടുത്തിട്ട് 7. സയ്യിബിനോ 3. ഇത്
ആദ്യമായി വിവാഹം ചെയ്താക്കും ബാധകമാണോ? അല്ല വേറെ ഭാര്യമാർ ഉണ്ടാകുമ്പോൾ ഈ പുതിയ പെണ്ണിന് 7 വെളിവാക്കി കാണിക്കണം, ഈ പുതിയ പെണ്ണിന് 3 വെളിവാക്കി കൊടുക്കണം തെയ്യ്. എന്നാലല്ലേ മറ്റുള്ള ആളിൽ നിന്ന് ഇവളുടെ ഹൂങ്ക് വെളിവാകുള്ളൂ. അങ്ങനെയാണോ? അതിൽ പണ്ഡിതന്മാർ എന്തുണ്ട്, ആ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹാക്കഥാ ഹക്കുല്ലി സൗജി അം ഹക്കുല്ലിൽ മർഗത്തി. ഇങ്ങനെ തങ്ങി നിൽക്കല് സൗജിന്റെ ഹക്കാണോ മർഗത്തിന്റെ ഹക്കാണോ? ലിസയ്യിബി ലിൽ ബിക്കിരി എന്ന് പറഞ്ഞത് കൊണ്ട് പെണ്ണിന്റെ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടു. ഹക്കുല്ലി സൗജി എന്ന് പറഞ്ഞു ചില ആള്, പുതിയ പെണ്ണിനെ കൊണ്ട് ഇവൻ ആനന്ദം എടുക്കാൻ വേണ്ടി. ഹക്കുല്ലി സൗജത്തി എന്നാ മെത്തമത്, പെണ്ണിനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പെണ്ണിന്റെ ഹക്കാണെന്ന് പറയുമ്പം തന്നെ ആകെ ഒരു പെണ്ണേ ഉള്ളൂ, എന്നാലും ഇത് ഹക്കാണോ? അല്ല വേറെ മുമ്പേ കഴിച്ച പെണ്ണുങ്ങന്മാർ ഉണ്ടെങ്കിൽ മാത്രമാണോ? ആടിയും കൗലാനിയായി സെബുലിൽ വിക്കിനി എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തിലാക്ക് കൊണ്ട് പിടിച്ചോളൂ. ഇപ്പൊ എന്താവും? ഇതാ തസഫജൽ ബിക്ര അഖാമ ഇൻദഹാ സബഅൻ എന്നാണ് ബുഖാരി പറഞ്ഞത്. അതിന്റെ ലാഹിർ പോലെ അമൽത്തി. ഇപ്പൊ എന്ത് കിട്ടും? എല്ലാവരും കിടന്നായി. അന്നേരം തന്നെ ഉജൂബാണോ സുന്നത്താണോ? എല്ലാവരുടെ നിൽക്കണം എന്ന് അങ്ങനെ മസല പറയാൻ പാടില്ലല്ലോ. നിൽക്കലുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. വേറെ പെണ്ണുണ്ടായിരിക്കുമ്പം എന്നെ പ്രത്യേകം കണക്കിലെടുത്തില്ലല്ലോ എന്ന ഒരു ബേജാറും ഒരു ഹമ്മും ടെൻഷനും വരില്ലേ? അപ്പൊ അവിടെ ഉജൂബല്ലേ? ആകെ ഒരു പെണ്ണേ ഉള്ളൂങ്കിലോ? അപ്പൊ എങ്ങനെയായാലും ഈ താമസം ഇസ്ലാമിലുണ്ട്. ഉജൂബാണോ മന്ദൂബാണോ എന്ന രംഗ മാറുന്നേ ഉള്ളൂ. ഇതാ തസഫജൽ ബിക്ര അല്ല സയ്യിബിന്നുണ്ട്. ഒരു സയ്യിബ് നിലവിലുള്ളപ്പോൾ നീ ഒരു പുതിയ വിക്രിനെ കെട്ടിയാൽ ഒരു വിക്ർ നിലവിലുള്ളപ്പോൾ ഒരു സയ്യിബിനെ പുതുതായി കെട്ടിയാൽ അപ്പോൾ എന്താ കിട്ടുന്നത്? അല്ല പുതിയ പെണ്ണിന് ഈ നിയമം വരൂല 7, 3. പിന്നെ എവിടെ വരത്ത് മുമ്പേ വേറെ ഒന്നും ഉണ്ടെങ്കിൽ മാത്രം അവരുടെ മുമ്പിൽ ബടായി കാട്ടാനല്ലേ ഇത്. അങ്ങനെയുണ്ട്. വൽ ഹദീസു സാനി ഹദീസു ഉമ്മു സലമ ലൈസ ബിക്കി അലാ അഹ്ലിക്കി ഹവാൻ. അവിടുന്ന് കിട്ടുന്ന അന്നഹു ലൈസ മിൻ ഹുഖൂഖിഹാ, പെണ്ണിന്റെ ഹക്കല്ല എന്നാ കിട്ടുന്നു. ലിയന്നൽ ഇക്റാമ ലാ യഅതി ഫീ വഫാഇൽ ഹഖി. എന്താ ലൈസ ബിക്കി അലാ അഹ്ലിക്കി ഹവാൻ എന്നല്ലേ? അടുത്തെന്താ കിട്ടും? ലൈസ മിൻ ഹുഖൂഖിഹാ എന്ന് കിട്ടും. പെണ്ണിന്റെ അവകാശമല്ല. കാരണം കുടുംബക്കാരെ ബഹുമാനിക്കുന്നതല്ലേ പറഞ്ഞത്. രണ്ടാമത്തെ ഹദീസിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? പെണ്ണിന്റെ ഒറിജിനൽ അവകാശമാണ് എന്ന്. ഖാല ഇബ്നു അബ്ദുൽ ബർ അന്തിമമായ തീരുമാനം പറഞ്ഞിട്ട് പോവാ. അല്ലാമ ഇബ്നു അബ്ദുൽ ബർ പറയുന്നു, ജുംഹൂറുൽ ഉലമാ പണ്ഡിതന്മാരിൽ നിന്ന് 99% അല്ല അന്നദാലിക ഹഖൽ മർഗ ബിസബബി സിഫാഫി, വീട്ടിൽ കൂടുന്ന കാരണം കൊണ്ട് പുതുക്ക സമയത്ത് അവിടെ നോട്ടം ഇല്ല. സവാവുൻ കാന ഇൻദഹു സൗജത്തുൻ അം ലാ, അവിടെ മുണ്ടിപ്പോകേണ്ട ആവശ്യമില്ല. എന്ത് നബവി ഇമാം പറയുന്ന അന്നഹു യുസ്തഹബ്ബു ഇദാ ലം യകുൻ ഇൻദഹു ഗൈറുഹാ. എന്താ അങ്ങനെയാണ് സ്ഥലം. അതേ ഞാൻ സമ്മതിക്കുള്ളൂ. എന്താ എന്തുകൊണ്ട്? അന്നേരാന്ന് ഉജൂബ് പോലും. കാരണം പെണ്ണിന് മാനസികമായി പുതുതായ പെണ്ണിനെ സമീപിക്കുമ്പോൾ വിക്രാണെങ്കിൽ 7, തീവാദങ്ങൾ 3. ഇവൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സുന്നത്ത്. അങ്ങനെയാണ് മസല. മറ്റ് പെണ്ണുങ്ങന്മാരുടെ മുമ്പിൽ ഇവളുടെ സ്റ്റാൻഡേർഡ് വെളിവാക്കലും കൂടി ഉണ്ട് ഇതിൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫർക്ക് നമ്മൾ പറയാതിരിക്കലാ നല്ലത്. മുഖ്താറാക്കി
മസല ഇങ്ങനെയാണെങ്കിലും ആ. വൈത്തലാഖു ഷാഫിഈ യഅദുദു ഫത്ഹുൽ ബാരിയിലുണ്ട്. ഫർക്ക് വേണ്ട, രണ്ടിടത്തും ഇതേപോലെ നിന്നോളി, ഉജൂബ് തന്നെ, അല്ലെ മന്ദൂബ് ആണെങ്കിൽ മന്ദൂബ് തന്നെ. അത് കഴിഞ്ഞില്ലേ? അല്ലെ ഉണ്ട്. കാലമാലിക്കുൻ വദാലിക അൽ-അംറു ഇൻദനാ. കാലമാലിക്കുൻ ഫഇൻ കാനത് ലഹു ഇംറാത്തുൻ, ഇയാൾക്ക് ഭാര്യയുണ്ട്, ഗൈറുല്ലത്തി തസബ്ബജ, ഈ വിവാഹം ചെയ്ത പെണ്ണിന് പുറമെ ആരുണ്ട്? ഫഇന്നഹു യഖ്സിമു ബൈനഹുമാ, എല്ലാവർക്കും ഒരുപോലെ ഓഹരി വെക്കണം. വഅദാം തംദിയ അയ്യാമുല്ലത്തി തസബ്ബജ ബിസവായി, ഏത് അയ്യാമ് പൂർത്തിയായി കഴിഞ്ഞ ശേഷം ബിസവായി ഓഹരി വെക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഓഹരി ആക്കണം, കുറക്കാൻ പാടില്ല. പക്ഷെ അത് എപ്പോഴായിരിക്കണം? ഈ സ്പെഷ്യലായ 7 അല്ലെങ്കിൽ സ്പെഷ്യലായ 3 മലായഹ്സിബു, ഈ 7ഓ ഈ 3ഓ കണക്കൂട്ടാൻ പാടില്ല. അലല്ലത്തി തസബ്ബജ, ഇപ്പം കഴിഞ്ഞ ആളെ മേലെ കൊടുത്തത് കണക്കൂട്ടരുത്. മാ ഖാമ ഇൻദഹ, അതെ അവിടെ നിന്നത്, ആ നിന്ന കതിർ കൂട്ടരുത്. കിട്ടിയല്ലോ, കിട്ടേണ്ടത് കിട്ടിയല്ലോ എന്ന് പറയാൻ പാടില്ല. ഇത് സ്പെഷ്യലാണ്. ഏത് കല്യാണത്തിന്റെ സ്പെഷ്യലായിട്ട് ആ വലായഹ്സിബു, ഈ കൊടുക്കുന്നത് അലല്ലത്തി തസബ്ബജ മാ ഖാമ ഇൻദഹ, അത് കണക്കൂട്ടാൻ പാടില്ല. അത് വേറെ തന്നെ കൊടുത്തതാണത്.